ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ വെറുമൊരു ദിവസമല്ല ഡിസംബർ 28. 1885 ഡിസംബർ മാസം 28 തണുത്തു മരവിച്ച ഒരു പ്രഭാതത്തിൽ ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ച് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഗാംഭീര്യമുള്ള ഒരു അധ്യായം ആരംഭിക്കുകയായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടു. WC ബാനർജി ആദ്യ പ്രസിഡന്റായും എവോ ഹ്യൂം ആദ്യ ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ട 36 വക്കീലന്മാരും 14 മാധ്യമപ്രവർത്തകരും ഒരു മെഡിക്കൽ ഡോക്ടറും അടക്കം 72 പ്രതിനിധികൾ മാത്രം പങ്കെടുത്ത, അന്ന് ഇന്ത്യയിൽ ആകെ ഉണ്ടായിരുന്ന 250 ജില്ലകളിൽ 26 ജില്ലകളിലെ മാത്രം പ്രതിനിധികൾ പങ്കെടുത്ത ഒരു കൊച്ചു സമ്മേളനം. അത് വെറുമൊരു യോഗമായിരുന്നില്ല, വരാനിരിക്കുന്ന ഒരു മഹാസമര കാലഘട്ടത്തിന്റെ തുടക്കമായിരുന്നു. ഇന്ത്യക്കാരുടെ സ്വാതന്ത്ര്യദാഹത്തിന്റെ പോർവിളിയായിരുന്നു. ബാരിസ്റ്റർ കുപ്പായം ഉപേക്ഷിച്ച് പരുപരുത്ത ഖദറിന്റെ രാഷ്ട്രീയവുമായി ഗാന്ധിജി കടന്നു വരുന്നതോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു മഹാപ്രസ്ഥാനമായി വളരുകയായിരുന്നു. നാട്ടുരാജ്യങ്ങളായി ചിന്നിച്ചിതറിക്കിടന്ന ഇന്ത്യ ഒരു രാജ്യമായി രൂപാന്തരപ്പെട്ടത് കോൺഗ്രസിന്റെ ത്രിവർണ പതാകയുടെ കരുത്തിലായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ഒരു മുട്ടുസൂചി പോലും നിർമ്മിക്കാൻ ശേഷിയില്ലാതിരുന്നൊരു രാജ്യം ലോകരാഷ്ട്രങ്ങളുടെ മുൻനിരയിലേക്ക് കുതിച്ചു കയറിയത് കോൺഗ്രസിന്റെ ത്രിവർണ പതാകയുടെ കരുത്തിലായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഡിസംബർ 28 എന്നത് കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജന്മദിനം മാത്രമല്ല, ഇന്ത്യൻ മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും സുദീർഘമായ യാത്രയുടെ ചരിത്രമാണ്.